The state government has proposed up to 3 days of menstrual leave for schoolgirls. The proposal aims to make schools more reassuring for girls dealing with period pain and menstruation challenges. സംഭവം നമുക്ക് മനസ്സിലാവും അതൊരു ഈസി പീരീഡ് അല്ല. പക്ഷേ എല്ലാവർക്കും വെൽക്കം ബാക്ക്. എപ്പിസോഡ് നമ്പർ 20 കട്ടൻ ചായ ഡബിൾ പോഡ്കാസ്റ്റിൻ്റെ എപ്പിസോഡ് നമ്പർ 20. ആൻഡ് അഗെയിൻ ഇത് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് 5 ഫ്രണ്ട്സാണ്. ഞങ്ങളുടെ ജസ്റ്റ് കുറച്ച് കറണ്ട് അഫയേഴ്സിൽ ഞങ്ങളുടെ തോട്ട്സ് ഒപ്പീനിയനും മേ ബി മെച്യൂർ ബട്ട് ഇവോൾവിംഗ് ആയിട്ടുള്ള കുറച്ച് തോട്ട്സും സംഭവങ്ങളും ചെറിയൊരു ചെറിയ പോഡ്കാസ്റ്റാണ്. ഈവൻ ഫിലോസഫീസ് ആവാം, എന്ത് സംഭവങ്ങളാവാം. സോ അതാണ് ഞങ്ങളുടെ ജസ്റ്റ് ഒരു ജനറൽ ബാക്ക്ഗ്രൗണ്ട്. ദാറ്റ് ബീങ് സെഡ് അഗെയിൻ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് ലൈവായിട്ട് നടന്നിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകൾ നമ്മളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ സംഭവങ്ങൾ കേൾപ്പിക്കാം. മേ ബി ബൈ ദ ടൈം ഇത് റിലീസ് ആകുമ്പോൾ ചിലപ്പോൾ ഒന്നും അത് റിലവൻ്റ് ആവാറില്ല. എന്നാലും ഞങ്ങൾക്ക് ഇത് ഈ ഒരു ആഴ്ചയിൽ ഞങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കുകളൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ തോട്ട്സും സംഭവമായിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. സോ പ്രൊജക്ട് മെൻസ്ട്രുവൽ ഡിഗ്നിറ്റി നമ്മുടെ കേരള സ്കൂളുകളിൽ വരാൻ പോകുന്നൊരു പുതിയൊരു സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻസ്ട്രുവൽ പീരീഡിൽ ആ ഒരു ടൈമിൽ കൂടെ കടന്നു പോകുന്ന പെൺകുട്ടികൾക്ക് അവധി ഓഫ് എടുക്കണമെങ്കിൽ അവർക്കത് അവരുടെ റെക്കോർഡിന് എഫക്റ്റ് ആവത്തില്ല, അവർ ഓഫ് എടുത്തുന്ന വരത്തില്ല, അറ്റൻഡൻസിന് എഫക്റ്റ് ആവത്തില്ല. അങ്ങനെ ഒരു സിസ്റ്റം വന്നു. My government also plans to announce up to 3 days of monthly menstrual leave for school students along with weekend catch-up classes so that these girls do not fall behind their studies. സർഫസ് ലെവലിൽ എനിക്ക് അടിപൊളി സംഭവമായിട്ട് തോന്നിയ കാര്യം ഒബ്വിയസ്ലി നല്ല കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ അനിയത്തിമാരൊക്കെ ഉള്ളവർക്ക് അവർക്ക് തോന്നുന്നു നല്ല കാര്യമാണ്. കാര്യം ആ ഒരു സമയമില്ല നമുക്ക് ഇവൻച്വലി നമുക്ക് പാർട്ട്ണർ ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവം നമുക്ക് മനസ്സിലാവും അതൊരു ഈസി പീരീഡ് അല്ല. പക്ഷേ അതിൻ്റെ ഒരു വേറെ ആംഗിൾ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് സേ സ്കൂളിൽ അത് കൊടുത്തു, സ്റ്റിൽ മേ ബി അപ്പോൾ അവർക്ക് 2 ദിവസത്തെ ക്ലാസ് മിസ് ചെയ്തു. സോ എങ്ങനെ കവർ ചെയ്യും? മേ ബി അതിന് അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും? മേ ബി വീക്കെൻഡ് എക്സ്ട്രാ ക്ലാസ് കൊടുത്തു. സോ അങ്ങനെ സൊല്യൂഷൻസ് ഉണ്ട്. എടുക്കുന്നതിന് അവർക്ക് ഇപ്പം നമ്മൾക്ക് പണ്ടാണെങ്കിലും ഞാനൊക്കെ 2 ദിവസം മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ആരുടെയും ബുക്ക് എടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പേരൻസ് എല്ലാം പോയിട്ട് ഫ്രണ്ട്സിൻ്റെ നോട്ട്സ് എഴുതിയെടുക്കും. ഡൗട്ട് വല്ലതുണ്ടെങ്കിൽ ടീച്ചർമാരോട് ചോദിക്കും. പക്ഷേ എല്ലാ മാസം 3 ദിവസം അവധി വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നും എനിക്ക് ഇച്ചിരി പാടായിരിക്കും. അതുകൊണ്ട് വീക്കെൻഡ് ക്ലാസ് അപ്പോൾ അവരുടെ ചുമതലയല്ലേ. ഇപ്പം ഞാൻ ഓഫ് എടുക്കുവാണെങ്കിൽ അത് കാച്ചപ്പ് ചെയ്യാന്നുള്ളത് എൻ്റെ ചുമതലയാണ്. അപ്പം അവർ ഓഫ് എടുക്കുവാണെങ്കിൽ പക്ഷേ ഇതിപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു സർവീസാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് വീക്കെൻഡിലെ ക്ലാസ്സുകൾ. കാരണം അതും നല്ലതാണ്. കാരണം നല്ല ക്ലാസ് ഇരുന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല എത്ര നോട്ട് എഴുതിയാലും അത് വരുമെന്നൊന്നും. പക്ഷെ അങ്ങനെ കൊടുത്താലും വെച്ചു. ലെറ്റ്സ് അത് കൊടുത്തു അണ്ട് പക്ഷേ പ്രശ്നം വരാമെന്ന് വെച്ചാൽ ഓക്കെ സ്കൂളിൽ അങ്ങനെ ചെയ്യിച്ചു. ഇപ്പോൾ സൊല്യൂഷൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. നല്ല സൊല്യൂഷൻ വീക്കെൻഡിൽ ലെറ്റ്സ് ക്ലാസ് വെച്ചു സംഭവം ചെയ്തു. പക്ഷേ നാളെ വർക്കിന് കയറുമ്പോൾ എന്ത് ചെയ്യും? വർക്കിന് കയറി കഴിയുമ്പോഴത്തേനും ഗവൺമെന്റ് പറയാൻ പറ്റത്തില്ലോ എല്ലാ കമ്പനികളും 3 ദിവസം ഫീമെയിൽസ് ആണെങ്കിൽ ഓഫ് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റലിസത്തിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കമ്പനീസ് ഒക്കെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെന്നാൽ ഇത് മുതൽ പെൺപിള്ളേർ വെക്കുന്നില്ല എന്ന് പറയും. അതിപ്പം എന്തായാലും കാര്യം ആൺപിള്ളേർ മാസത്തിൽ 20 ദിവസമേ ഉള്ളൂ. അതിൽ 20 ദിവസത്തെ 17 ദിവസം എന്തായാലും വരാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി അതുണ്ടെന്ന് ഇത് വെച്ചിട്ടൊന്നല്ല. ഇതിപ്പോൾ ഒരു പെണ്ണാണെങ്കിൽ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് കല്യാണം കഴിഞ്ഞതാണോ, ഇപ്പോൾ കുട്ടികളുണ്ടോ, അതൊക്കെ അതായത് ഇനിയൊരു പ്രഗ്നന്റ് ആയി അല്ലെങ്കിൽ ഓഫ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ ഇല്ല. അത് ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി ഇന്റർവ്യൂ എടുക്കുമ്പോഴേ ഉണ്ട്. അപ്പൊ അതിന് ഇങ്ങനെ റോള് വരണം എന്നില്ല. ഈ ഒരു ഇത് വരണം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വന്നെടുക്കണം. ഇല്ല ഇപ്പം നിലവിലെന്ന് വെച്ചാൽ ഇറസ്പെക്റ്റീവ് ഓഫ് സംഭവം സ്റ്റിൽ വർക്കിന് വരാറുണ്ട്. പീരിയഡ്സ് ആണെങ്കിൽ അവരവരുടെ സംഭവം മാനേജ് ചെയ്ത് വരുന്നുണ്ട്. നാളെ ഇപ്പോൾ ലെറ്റ്സ് ഇങ്ങനെ സ്കൂളിൽ പോയിട്ട് പഠിച്ച് വരുന്ന പെൺകുട്ടികൾക്ക് നാളെ വർക്കിന് പോകുമ്പോൾ പറയില്ലേ ഓഫില്ല എന്ന് പറയുമ്പോഴത്തേനും അവർക്ക് ഓൾ ഓഫ് സഡൻ ഇത് ഇത്തരം ഇപ്പോൾ നിലവിൽ ലെറ്റ്സ് ഗേൾസ് അഡാപ്റ്റഡ് ആണ്. അവർക്കറിയാം സംഭവം ഓക്കെ മാനേജ് ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല, സ്കൂളിൽ പോയേ പറ്റത്തുള്ളൂ എന്നുള്ളത്. സ്കൂളിൽ അങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നാളെ വർക്കിന് വരുമ്പോൾ അവരെന്ത് ചെയ്യും? പക്ഷേ അതാ എനിക്ക് സ്കൂൾ കൊണ്ട് തീരുവ. കോളേജിൽ ഇതില്ലല്ലോ. കോളേജിലില്ല. കോളേജ് തൊട്ട് അപ്പൊ ഈ പഠിച്ചു വരുന്ന പെൺകുട്ടികൾ കോളേജ് വരുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് അപ്പോഴത്തേക്കും അത് ആ ഒരു ബോധവും ഇതും വെച്ചും വരുമല്ലോ. എനിക്കൊന്ന് ആ പ്രായമല്ലോ. ഇപ്പം ഇവരുടെ എനിക്കൊന്ന് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഇപ്പം എനിക്കൊന്ന് 5-6 ക്ലാസ് തൊട്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ എനിക്കൊന്ന് ഇത് തുടങ്ങി വരാം. പക്ഷെ പിള്ളേരെന്നൊക്കെ അവരെ ഭയങ്കര ചെറുതല്ല, അവർക്ക് അറിയില്ല. ഈ റൂൾ അനുസരിച്ച് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മാത്രമാണ്, എനിക്കറിയത്തില്ല സ്കൂൾ പീരീഡ് ആണെന്ന് എനിക്ക് സ്കൂളിൽ മാത്രമേ ഉള്ളൂ. കോളേജ് പക്ഷേ എനിക്ക് ഇതല്ല. ഇതിൻ്റെ ഒപ്പം തന്നെ അവർ വേറെ സാധനം ഇറക്കി. കോളേജിലുള്ള എനിക്കൊന്ന് കേരളത്തിലുള്ള കോളേജിൽ ഇപ്പോൾ എല്ലാം പഠിക്കുന്ന വുമൻസിന് ഇന്നത്തെ 1000 രൂപ വെച്ച് കൊടുക്കാൻ പോവാ. The second guarantee is 1,000 rupees a month for college going girls of Kerala. Every single college going girl. കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കും കോളേജിൽ പഠിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇനി തൊട്ട് 1000 രൂപ വെച്ച് എല്ലാ മാസവും.
അതാണ് ചോദിക്കുക. എനിക്ക് അതാ മനസ്സിലായത്. ഇത് പിന്നെ എനിക്ക് ഓക്കെ കേട്ടിട്ട്, പക്ഷെ മറ്റേത് എനിക്ക് എന്തുമാത്രം ഇതാന്ന് എനിക്കറിയില്ല. അത് ഞാനും കേട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ന്യൂസ് ഉള്ളതാണോ? അപ്പോൾ കേരളത്തിലാണോ? കേരളത്തില്. അപ്പോൾ ഞാൻ അതിന്റെ അടിയിൽ കണ്ട കുറെ ആമ്പിള്ളേർ എന്താ തവിട് കൊടുത്ത് മേടിച്ചാണോ അത്? കാരണം ഫ്രീ ബസ് ഇപ്പോൾ സ്കൂളിലെ അവധിക്ക് കുറെ പേര് പറയുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് ചെയ്യേണ്ട ഒരു കാര്യം. പിള്ളേർ എസ്പെഷ്യലി വളർന്നു വരുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വരുന്ന ഒരു പീരീഡിൽ ഒബ്വിയസ് ആയിട്ട് അവർക്ക് ആ ഒരു ടൈം കൊടുക്കണം. പിന്നെ കോളേജ് തൊട്ട് ഓക്കെ അവർ സെൽഫ് അവരത് കുറെ കൂടെ സസ്റ്റെയിൻ ചെയ്ത് വരും. പക്ഷേ ഈ 1000 രൂപയുടെ കേസ് എനിക്കറിയില്ല. നിങ്ങൾ ഇപ്പോഴാണ് കേൾക്കുന്നത്? അത് ഭയങ്കര ശോകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 1000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്താ റീസൺ പറയുന്നത്? എന്താ 1000 രൂപയ്ക്ക് റീസൺ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഇതാണ് ഈ ഒരു 2 റൂളാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിയത്. ഈ ഒരു പ്രൊജക്റ്റും പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി 1000 രൂപ കൊടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ബസ്സും ഫ്രീ ആക്കി. അപ്പോൾ കണ്ടോ കുറെ പേര് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും, ഞാൻ പെണ്ണാന്നൊക്കെ പറഞ്ഞ് 1000 രൂപ ഫ്രീ ആയിട്ട്. അതാണ് എനിക്ക് ഇതെനിക്ക് ഓക്കെ. ഈ ഒരു സംഭവത്തിലാണെങ്കിൽ ഇപ്പോൾ എനിക്ക് പ്രശ്നം തോന്നിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ എനിക്കിതാണ് തോന്നുന്നത്. സെയിം സംഭവം ഇതുപോലെ ശീലം വന്നു വരുമ്പോഴത്തേനും നാളെ എന്ത് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് അറിയില്ല. കാര്യം വർക്ക് ഫോഴ്സിലേക്ക് എത്തുമ്പോഴത്തേനും കമ്പനികൾക്ക് എനിക്ക് തോന്നുന്ന ആ ഒരു ശീലമായി വന്നേക്കുന്ന സ്ത്രീകൾക്ക് കാര്യം അവിടെയും പറയാൻ പറ്റില്ല വർക്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. ആൻഡ് അഗൈൻ മെൻസ്ട്രുവേഷൻ എൻ്റെ അറിവ് വെച്ചിട്ടാണ്. അഗൈൻ ഇവിടെ ലേഡീസ് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ ഇൻജസ്റ്റിസ് ആയിരിക്കും, നമ്മൾ കുറേ ആണുങ്ങളാണ് ഇരിക്കുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്ന സമയത്തിനൊപ്പം എനിക്കൊന്നും ഒരു ഈസി ആവത്തില്ല എന്ന് തോന്നുന്നു. മെൻസ്ട്രുവേഷൻ ഇപ്പോൾ 10 തവണ 100 തവണ വന്നവരാണ് 150 തവണയും സ്റ്റിൽ സെയിം സംഭവം സെയിം അല്ലാതായിരിക്കും. കാര്യം ആ ഒരു മാസത്തിലെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇത് സംഭവം പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈസി ആവുന്നു. കാര്യം അപ്പോൾ ആ ഒരു ശീലമായി വന്നവരെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് അറിയില്ലാത്തത്. അതിനെനിക്ക് സൊല്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് ഇല്ല. കാര്യം എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സ്ത്രീകൾക്കും പിള്ളേർക്ക് മടി പിടിച്ച് പോകുന്ന ഒരു കേസ് പറയുന്നതിൽ എനിക്കും തോന്നുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി പിള്ളേർക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാ മാസവും ഇത്രയും ആവശ്യമില്ലെങ്കിലും ചിലപ്പോൾ ചിലർ ആ ഒരു ഇത് കാണിക്കാനും ചാൻസ് ഉണ്ട്. 3 ദിവസം പോകണ്ടല്ലോ. വ്യത്യാസമില്ല സ്കൂളെന്നോ കോളേജെന്നോ ജോലിക്ക്. പക്ഷെ ഞാൻ ആലോചിക്കുന്നുണ്ടല്ലോ, ഇതൊന്നും അല്ലാണ്ട് എന്തുകൊണ്ട് സ്കൂളിൽ കുറെ കൂടെ ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ട് ഈ പെണ്ണുങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു ഇത് വരുവാണെങ്കിൽ അവർക്ക് സാനിറ്ററി സാധനങ്ങൾ കിട്ടുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നൂടാ? അത് മാത്രം പോരല്ലോ, അവർക്ക് റെസ്റ്റ് വേണ്ടേ? ഓക്കെ, അത് വേണം, അതൊക്കെ വേണം. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു സാധനം കൂടെ കൊണ്ടുവരുന്നല്ലേ കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടുള്ളൊരു എന്താ പറയുക വാഷ്റൂം ഫെസിലിറ്റി ഇവർക്ക്. എനിക്കറിയില്ല അത് എന്തുമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈവൻ എസ്പെഷ്യലി ഗവൺമെൻറ് സ്കൂൾ അല്ലെങ്കിൽ കോളേജുകളിൽ അത്രയും സിസ്റ്റം എന്തുമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. ആദ്യമേ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ഇവർ കുറേ കൂടെ എന്താ പറയുക അങ്ങനെ ഇതായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഒരു റൂൾ കൊണ്ടുവരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് പിന്നെയും തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യമേ ഇങ്ങനെ വന്നുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഇപ്പോൾ കറൻ്റ് എനിക്കിത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. 3 ദിവസം എന്നുള്ളത് ഒബ്വിയസ്ലി അവർക്ക് എനിക്കറിയില്ല. അതെനിക്കൊന്ന് വളർന്നു വരുന്നവരും അവർ മെച്യൂർ ആവുമല്ലോ. സോ അപ്പോൾ എനിക്കൊന്ന് കോളേജിലോട്ട് ഈ സെറ്റപ്പ് ഇല്ലതാനും. നാളെ വർക്കിലേക്ക് ഗവൺമെന്റ് പറഞ്ഞാലോ ഫീമെയിൽസിന് 3 ദിവസം മാൻഡേറ്ററി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അത് നീ പറഞ്ഞാൽ അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് അവിടെ ഇളകും. അവിടെ അപ്പോൾ പറയും നാളെ തൊട്ട് പെണ്ണുങ്ങളെ ഹയർ ചെയ്യുന്നില്ല എന്ന് പറയും. പക്ഷെ അപ്പോൾ അത് പണി കിട്ടും. വലിയ പണി കിട്ടും. റിസർവേഷൻ ഒന്നും ഇല്ലേ? ഇത്ര ശതമാനം പെൺപിള്ളേർ പക്ഷേ അങ്ങനെ അത് പറഞ്ഞ് ഫയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. പെൺപിള്ളേർ ഇത്ര ശതമാനം ഗവൺമെന്റിന് എങ്ങനെ പോയാലും ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത് അവിടെ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന്. അപ്പോൾ അവരെ ഇത്രയും പ്രശ്നം വരുത്തുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. ഇവനത് പ്രശ്നമാണെങ്കിൽ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അഡാപ്റ്റ് ആയി വന്നോളൂ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അങ്ങനെ സെറ്റപ്പ് ഇല്ല, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ ജോലിയിൽ അവധി കൊടുക്കുന്ന കാര്യമാണ്. 3 ദിവസം മന്ത്ലി 3 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്കൊന്ന് ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അവർക്ക് ഓഫ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അൺപെയ്ഡ് ഓഫ് എടുക്കാനുള്ള ഓപ്ഷൻ റെക്കോർഡ് വരും. ഇത് റെക്കോർഡിലുണ്ടാവും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അത് സ്റ്റിൽ നമുക്ക് ജോലിക്ക് പോകുമ്പോഴാണല്ലോ, അത് നമ്മുടെ കയ്യിലാണല്ലോ. ഇപ്പോൾ നമുക്ക് വയ്യെങ്കിൽ പോകണ്ട, നമുക്ക് വിളിച്ച് പറയാമല്ലോ ഇന്ന് വരാൻ പറ്റില്ല വയ്യ എന്നുള്ള കാര്യം പറയാമല്ലോ. കാര്യം ഞാനിത് ആലോചിച്ചപ്പോൾ അങ്ങനെ ആലോചിച്ച് വരുമ്പോഴത്തേക്കും അപ്പോൾ ആലോചിച്ച് പോയി പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് മേ ബി പണ്ടത്തെ സിസ്റ്റം ഇന്നവേ പണ്ടുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ഒരു ഏണറാണുള്ളൂ. അപ്പോൾ അവരാണ് ഏൺ ചെയ്യുന്നത്. ഫീമെയിൽസ് മോസ്റ്റ്ലി വീട്ടിൽ നിന്ന് തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കി, അതും ഒരു ഇമ്പോർട്ടൻസ് സംഭവമാണ്. അപ്പോൾ അങ്ങനെയാണ് വന്ന് വർക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് പോകുമ്പോഴത്തേനും ഇപ്പം ഇത് കൊടുത്തു തുടങ്ങുമ്പോഴത്തേനുള്ള സംഭവം എന്ന് വെച്ചാൽ ഇത്ര നാൾ നമ്മൾ എന്താ ആക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഫീമെയിൽസും മെയിൽസും ഈക്വലാണ്, രണ്ടുപേർക്കും ഈക്വലി വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ വേജ് ഗ്യാപ്പ് കുറയ്ക്കണ സംഭവങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വന്നത്. വന്നു ഇപ്പോൾ എത്തിയിട്ട് അവസാനമായപ്പോഴത്തേനും ഇല്ല ഫീമെയിൽസ് 3 ദിവസം ഓഫ് കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേനും സ്കൂൾ ഒബ്വിയസ്ലി എഡ്യൂക്കേഷൻ സംഭവങ്ങളും നമുക്ക് മനസ്സിലായി എന്തായാലും എഡ്യൂക്കേഷൻ സംഭവം ചെയ്യണം. പക്ഷേ വർക്ക് പ്ലേസിൽ നമ്മൾ വരുമ്പോഴാണ് അപ്പോൾ ഇത് നാളെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം നമ്മളെ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ച സാധനം ഉണ്ടല്ലോ ഈക്വൽ വേജ് ഗ്യാപ്പ് സെയിം വേജ് വന്നെന്ന് പറയുന്ന ആൾക്കാർ അപ്പം എന്ത് ചെയ്യും? ആ ഒരു ആർഗ്യുമെന്റിന് അവിടെ പവർ പോയില്ലേ? 3 ദിവസം ചുമ്മാ ഒന്നുമല്ലല്ലോ, കാര്യം ഉണ്ടായിട്ടല്ലേ ഓഫ് കൊടുക്കണമെന്ന് പറയണേ, വെറുതെ കൊടുക്കണമെന്നല്ലോ. അതാണ് അപ്പോൾ കമ്പനീസ് പറഞ്ഞല്ലോ ഓക്കെ കുഴപ്പമില്ല നല്ല കാര്യമാണ് ഓഫ് ചെയ്യാം, പക്ഷെ ഞങ്ങളുടെ കമ്പനിയിൽ മെയിൽസിന് മാത്രം ഹയർ ചെയ്യുന്നുള്ളൂ പറഞ്ഞാലോ. അത് പക്ഷെ അങ്ങനെ പറയാം, റിസർവേഷൻ ഉള്ളിടത്തോളം കാലം അതങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക കമ്പനികളും. പക്ഷെ എല്ലാ കമ്പനികൾക്ക് റിസർവേഷൻ ഇല്ലല്ലോ, റിസർവേഷൻ ഇല്ലാത്ത കമ്പനികളല്ലേ കൂടുതൽ.
പക്ഷെ അങ്ങനെ കമ്പനിക്ക് പറയാൻ പറ്റില്ലല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കേസ് കൊടുക്കാൻ പറയത്തില്ല, ആരും പറയത്തില്ല, എല്ലാരും ചെയ്യത്തുള്ളൂ. ഇല്ല, അങ്ങനെ ഒരു റിട്ടാലിയേഷൻ എന്തായാലും വരോടാ, അത് ഉറപ്പായിട്ടും. ഇപ്പൊ അത് പറയുന്ന റീസൺ എല്ലാ കമ്പനിയും വലിയ കമ്പനി അല്ലല്ലോ, ഇപ്പൊ ചെറിയ കമ്പനികൾ എന്തായാലും ഹയർ ചെയ്തില്ല. അങ്ങനെ 1-2 കമ്പനി ചെയ്യുമ്പോഴത്തേക്കും അത് ഒറ്റപ്പെട്ട സംഭവം രീതിക്ക് മുങ്ങിപ്പോ എല്ലാരും ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ നീ ആലോചിച്ചെങ്കിൽ ഒരു കമ്പനിയിൽ ഇത്രയും വുമൺ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർ 3 ദിവസം ഒരു ദിവസം ആദ്യത്തെ ഒരു 3 ദിവസം ഒരാൾ വരില്ല, അത് കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ 2ാമത്തെ ദിവസമായിരിക്കും വേറൊരാൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ദിവസം തൊട്ട് പിന്നെ ഒരു 3 ദിവസത്തേക്ക് അടുത്ത ആൾ വരില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പണിയെല്ലാവരും. പക്ഷേ ഒരു കമ്പനിയിൽ എന്തായാലും അത്ര ഫുള്ള് ഈ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു മാസത്തിൽ കറക്റ്റ് ദിവസം എന്നല്ല, ഇത് എന്ന് വേണേലും ആവാം. ഒരു 100 പെമ്പിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് 100 ദിവസമായിരിക്കും ഇതിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ അപ്പോൾ ആ ഒരു ഓഫിനെ അവർ മാനേജ് ചെയ്യും? അതിപ്പോൾ എങ്ങനെ പോയാലും ഒരു കമ്പനിയിൽ ഇത്ര ദിവസമൊക്കെ എന്തായാലും ഓഫ് എടുക്കും, അതെന്തായാലും വേറെ ആൾ കവർ ചെയ്തേ പറ്റുള്ളൂ, അത് അവർ മാനേജ് ചെയ്യണം, അതങ്ങനെയാണല്ലോ. പക്ഷെ അതാ പറഞ്ഞേ, ഇപ്പൊ ഇന്നത്തെ ദിവസം ലെറ്റ്സ് ഒരു കമ്പനിയിൽ 25 എംപ്ലോയറുണ്ടായിരുന്നു, അതിൽ ഇന്നത്തെ ദിവസം ഒരു 10 പേർക്ക് ഇത് കാരണം വരാൻ പറ്റത്തില്ല, അവരൊരു 3 ദിവസത്തേക്ക് വരില്ല. 2ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും അടുത്തൊരു 10 പേർക്കൂടെ ഇതായി. അപ്പം ഈ ഗ്യാപ്പ് ആര് ഫില്ല് ചെയ്യും? അപ്പൊ പിന്നെ ആദ്യം ഓഫ് എടുത്ത 3 പേര് വരുമല്ലോ, അവര് വരുമ്പോ 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അവരങ്ങനെ മാനേജ് ചെയ്യണം, കാര്യം പറഞ്ഞു. അത് പറഞ്ഞു, അത് കമ്പനിയുടെ മാനേജ് സൂപ്പർവൈസറിനെ എടുക്കുക. അല്ലെങ്കിൽ ഒരു ചെയ്യാൻ പാർട്ട് ടൈം ആൾക്കാർ സൂപ്പർവൈസറിന്റെ 3 ദിവസം സൂപ്പർവൈസർ പെണ്ണായിരുന്നെങ്കിലും അതല്ല സൂപ്പർവൈസർ എങ്ങനെ മനസ്സിലാക്കും എന്ന് വരും എന്നുള്ളത്. ശരി, ഇത് പിന്നീട് വരാൻ പോകുന്ന പ്രശ്നങ്ങളാണ്, പക്ഷെ അതിനൊക്കെ എനിക്ക് ഒന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഓൺ കോൾ ആളെ വെക്കണം. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഒന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങനെയാണെങ്കിൽ സീരിയലിലൂടെ നല്ല സീരിയലിൽ നല്ല കളിയൊക്കെ നടക്കുന്ന ദിവസങ്ങൾ എല്ലാവർക്കും ഇത് വരുമല്ലോ. അപ്പോൾ പെമ്പിള്ളേർ പിന്നെ ക്രിക്കറ്റ് കാണത്തില്ല, പക്ഷേ ലടിച്ച് നേരെ തിരിച്ച് ആമ്പിള്ളേർക്കാണെങ്കിൽ അവരുടെ ടീമിന്റെ ഇത് വരുമ്പോഴായിരിക്കും അവരുടെ 3 ദിവസം അവരുടെ 3 ദിവസത്തിൽ അവർ വർക്ക് ചെയ്യും, കാര്യം അവർ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അവർ നല്ലൊരു അഡ്വാൻറ്റേജ് ഇല്ല, ട്രിപ്പ് പോകാനുണ്ട്, അപ്പോൾ ആ 3 ദിവസം ട്രിപ്പ് പോകും. അപ്പോൾ ഇന്ന് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു 3 ദിവസം. വേദനയൊന്നുമല്ലല്ലോ, കളി വർക്കിലോട്ട് പോകാൻ പറയില്ല. പിന്നെ ഇത് ഈ ഒരു റൂള് എങ്ങനെ പിള്ളേരെ മെന്റലി അവരെ ഒരു പോകണ്ടെന്നുള്ളൊരു സെറ്റപ്പിലോട്ട് കൊണ്ടുപോകുന്നു എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി വേണ്ട കാര്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റൂറലായിട്ട് പഠിക്കുന്ന സ്കൂളുകളിലും കാര്യങ്ങളുള്ള പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു വേണം. കാരണം അവർക്ക് അത്ര സൗകര്യം പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് സ്റ്റിൽ മനസ്സിലാകാത്ത ഈ 1000 രൂപ കൊടുക്കുന്ന കേസ്, അത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കോളേജ് അറ്റ്ലീസ്റ്റ് അങ്ങനെയാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ആമ്പിള്ളേർക്കൂടെ ഒരു 1000 രൂപ കൊടുക്കണ്ടേ? കാരണം എല്ലാവർക്കും ആവശ്യങ്ങളില്ലേ. വെറുതെ $1000 കൊടുക്കുന്നതാണ്. 1000 രൂപ എല്ലാ പെമ്പിള്ളേർ ഒന്ന് വേണേ ഫാക്ട് ചെക്ക് ചെയ്യാം. അത് റീസൺ ഒന്ന് നോക്കിയാൽ നമുക്ക് അറിയാം എന്താ കാര്യം ഉള്ളത്. ദി ക്ലെയിം കംസ് ഫ്രം ദി ഇലക്ഷൻ മാനിഫെസ്റ്റോ ഓഫ് ദി ഒപ്പോസിഷൻ കോalition. UDF പറഞ്ഞതാണ് ഡ്യൂറിങ് 2016 കേരള അസംബ്ലി ഇലക്ഷൻ. അവർ എലക്ട് ആയിട്ടുണ്ടെങ്കിൽ 1000 മന്ത്ലി ഓൺ കോളേജ് ഗോയിങ് ഗേൾ സ്റ്റുഡൻസ്. അതുകൊണ്ട് ദ ഗവൺമെൻറ് അനൗൺസ്ഡ് എ പ്രപ്പോസൽ ഫോർ 1000 rupees per month financial assistance for girl students in college to support higher education. സോ അങ്ങനെയാണെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ എല്ലാവർക്കും വേണ്ടതല്ലേ? അപ്പോൾ അത് എനിക്കറിയില്ല, അത് ഭയങ്കര ബയസ്ഡായി പോയല്ലോ തോന്നുന്നു. കാരണം ഇത്രയും ഇവിടെയാണ് ശരിക്കും നമ്മൾ ഇക്വാലിറ്റി ക്വസ്റ്റ്യൻ ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല മറ്റേ കേസിലാണ്. പക്ഷേ ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തില്ലെന്ന് പറയുന്നത് പ്രപ്പോസൽ. പക്ഷേ ഇതൊക്കെ വരുന്ന സംഭവമാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ വന്നേക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് മറ്റേ നമ്മുടെ ഫ്രീ കേരള KSRTC നമ്മൾ കഴിഞ്ഞ ആഴ്ച. പക്ഷേ അതുണ്ടല്ലേ, അത് കൊടുക്കാതിരുന്നപ്പോൾ എന്തോരം പ്രൊട്ടസ്റ്റ് ചെയ്തേ. ഇനി ഇതിന് കൊടുത്തില്ലെങ്കിൽ നടക്കത്തുള്ളൂ. അല്ലാതെ എങ്ങനെ സ്റ്റേറ്റ് ഓടിക്കും എനിക്കറിയത്തില്ല. ഫ്രീ എവിടെ നിന്ന് പൈസ വരുന്ന ആകാശത്ത് വരത്തില്ല. ഇതും 1000 രൂപ പെർ മന്ത് ആണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പേർക്ക് ഒരാൾക്ക് കൊടുക്കും 12,000. ഒരു ക്ലാസ് ഉള്ള മാസങ്ങളിലുള്ള അതോ ഓഫുള്ള എല്ലാ മാസം ഉണ്ടല്ലോ. കോളേജിലൊക്കെ എപ്പോഴും ഓഫുള്ള അവധിയൊക്കെ ഇല്ലേ? അവധി ഇടയ്ക്ക് എക്സാമിന്റെ സമയത്തോ അങ്ങനെയൊക്കെ ഉള്ളൂ. ഒന്നര ആഴ്ചയൊക്കെ ഇവർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയത്തില്ല. എനിക്കൊന്ന് ഇവർ പ്രോമിസ് ചെയ്യുമ്പോഴത്തേനും അവർ ജസ്റ്റ് മാനിഫെസ്റ്റോയിൽ അവർ അത് ആദ്യം സ്റ്റേജിൽ പറയും, പിന്നെ മാനിഫെസ്റ്റോയിൽ എഴുതും. 1 ലൈനറേ ഉള്ളൂ, വേറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഇനി ഇവർക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷെ എന്നാൽ ഇത് ഈ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പോൾ ഓൾറെഡി KSRTC കംപ്ലീറ്റ്ലി ഫ്രീ ആയി. അതിൻ്റെ കൂട്ടത്തിൽ 1000 രൂപയും കൂടെ കൊടുക്കാന്ന് പറയുമ്പോൾ ഇത് ഈ പൈസ എവിടെ നിന്ന് എടുത്ത് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, കാരണം ഓൾറെഡി നമ്മൾ കടത്തിലാന്ന് പറയുന്നുണ്ട്. അതിനൊരു സിസ്റ്റം വന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ. അപ്പോൾ വന്നിട്ട് പക്ഷേ അതേപോലെ പറയുന്നുണ്ട് അതിനുള്ളൊരു ഇൻകം കണ്ടെത്തും എന്ന് പറയുന്നുണ്ട്. എവിടുന്ന് കണ്ടെത്തും പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് വരത്തില്ലായിരിക്കും. വന്നിട്ടുണ്ടെങ്കിൽ ഇവൻ ബുദ്ധിയുള്ള ഫീമെയിൽസിനെ ഒപ്പോസ് ചെയ്യും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി അവർ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നവർ അക്സെപ്റ്റ് ചെയ്യുവാണ്. വി ആർ ഇൻ എ വേ ഇച്ചിരി കൂടി വീക്കറാണെന്ന് സ്വയം അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ആരെല്ലാം അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില വർക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള ഈ ഫെമിനിസ്റ്റുകളൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് പൈസ വേണ്ട,
പക്ഷെ അതാണ് ഫെമിനിസ്റ്റിന്റെ കുഴപ്പമാണ്, അവർക്ക് ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും എടുക്കും. അപ്പുറത്ത് നിന്ന് കുറ്റം പറയും, ഇക്വാലിറ്റി ആണെന്നൊക്കെ പറയും, പക്ഷേ ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും അത് എടുക്കുകയും ചെയ്യും എന്നാണ് ബെൻസ്ബയുടെ അഭിപ്രായം അല്ലേ? അങ്ങനെ മനസ്സിൽ പറഞ്ഞു ഷൈന കേട്ടു. ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. So guys, അങ്ങനെയാണ് അല്ല അത് ഞാൻ എന്താ പറയാ മറന്നുപോയി. ഇനിയിപ്പോ പോട്ടെ. പറഞ്ഞു എന്തായാലും തുപ്പാൻ വന്നു. കുറ്റം പറയാൻ വന്നല്ലേ? അതല്ല, ഇതിപ്പോ തിരിച്ചാണെങ്കിലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ലേ? അതാ ഞാൻ ചോദിക്കുന്നുള്ളൂ. ചെയ്യില്ലേ? ഐ മീൻ വെറുതെ ഒരു ഇപ്പോ ഹലോ എത്ര കാലം എല്ലാവരും CRB വെറുതെ എടുത്തിട്ടുണ്ട്. ജോലി കൂലി സമയമല്ലേ? എല്ലാ സംഭവം കേൾക്കാൻ രസമാണ്. ഇപ്പൊ ഇതുപോലത്തെ സംഭവങ്ങൾ ഇപ്പൊ പാവപ്പെട്ടവർക്ക് എല്ലാ മാസവും ഒരു 20,000 രൂപ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ എല്ലാ രസമാണ്. അങ്ങനെ കുറേ സംഭവങ്ങളും നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പാവപ്പെട്ട പിള്ളേർക്ക് എല്ലാവർക്കും എല്ലാ മാസവും 1,00,000 രൂപ വെച്ച് കൊടുക്കുക. കാര്യം പാവപ്പെട്ട പിള്ളേരാണല്ലോ, അവരുടെ വീട് ഓടിപ്പോണ്ട്. പക്ഷെ അതെല്ലാം കേൾക്കാൻ രസമുള്ള കുറേ സംഭവങ്ങളുണ്ടാവും. പക്ഷെ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും പ്രാക്ടിക്കലായിട്ട് ആലോചിക്കും പറഞ്ഞിട്ടില്ല. ഇപ്പൊ വേറൊരു സംഭവം ഒരു ആശാ വർക്കേഴ്സിന്റെ എത്ര 2,000 രൂപ എന്തോ കൂട്ടി, അംഗൻവാടി പോകുന്ന ടീച്ചേഴ്സിന് 2,000 സംതിങ് എന്തോ കൂട്ടി. അതൊക്കെ എനിക്ക് തോന്നുന്നു ഓക്കെ റീസണബിൾ ആണ്. കാരണം അത് കുറേ നാളായിട്ട് അവർക്ക് 10,000-10,000 വെച്ചൊക്കെ കിട്ടുന്നുള്ളൂ. അതൊരു 12,000 രൂപയായി, ഒരു 13,000 രൂപയായി, സ്റ്റിൽ കൊള്ളാം. പക്ഷെ അത് ഈവൻ മാനേജബിൾ ആണ്, കാരണം ഇത്ര പേര് അംഗൻവാടിയിലൊക്കെ വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ കോളേജിൽ പഠിക്കുന്ന ഒരു അതൊക്കെ വെറും വാഗ്ദാനമാണെന്ന് എനിക്ക് തോന്നിയത്. ഏത് അംഗൻവാടിയിലെ കോളേജിലെ പിള്ളേർ കൊടുക്കുന്നത് അതൊക്കെ വെറുതെ. പക്ഷെ പറഞ്ഞു പോയിട്ടുണ്ട്, എനിക്കറിയില്ല. അതിപ്പോ പറഞ്ഞു പോയത് അതിപ്പോ പണ്ട് മോദി പറഞ്ഞ എല്ലാവരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം വരും അന്ന് കാര്യം കണ്ടിട്ട് പിന്നെ ജോയിൻ ചെയ്യാൻ ഇല്ല. അതൊക്കെ പോത്തേ ഉള്ളൂ. ये जो चोर लुटेरों के पैसे विदेशी बैंकों में जमा है ना, उतने भी हम रुपये ले आए ना, तो भी हिंदुस्तान के एक गरीब आदमी को मुफ्त में 15-20 लाख रुपए यूं ही मिल जाएगा. कितने रुपये? ഓക്കെ ഗൈസ്, അങ്ങനെയാണെങ്കിൽ ദാറ്റ് ബീങ് സെഡ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കുകൾ. ആൻഡ് നിങ്ങളുടെ ടോപ്പിക്കും നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻ സംഭവം ഉണ്ടെങ്കിൽ താരെ പറഞ്ഞറിയിക്കുക. വീഡിയോ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല സംഭവം അതും പറഞ്ഞറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ഇഷ്ടപ്പെട്ടത് അതും പറഞ്ഞറിയിക്കുക. ആൻഡ് എന്തെങ്കിലും ടോപ്പിക് സജഷനും സംഭവം ഉണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറഞ്ഞറിയിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ആൻഡ് യെസ്, വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ എന്തായാലും പ്ലീസ് ഡു. അവരോടൊന്നും ചോദിച്ചില്ലേ? അത് വെച്ചിട്ട് ഇല്ല ഇതിലവന് പറഞ്ഞായിരുന്നു. ടേക്ക് കെയർ. ബൈ ഗൈസ്. കേട്ടില്ല. നീ എന്തായാലും പറഞ്ഞേ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു.